ഹലോ, മലയാളം അക്ഷരമാല ക്ലാസ് 5. മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതുവരെ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? അ, ആ, ഇ, ഈ, ഉ, ഊ. അടുത്ത അക്ഷരമായ ഋ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഈ അക്ഷരത്തിന്റെ പേരാണ് ഋ. എന്താണ്? ഋ. ഋ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹെഡ്ഫോൺ ഒക്കെ പോലെ തോന്നും അല്ലേ? നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. ഇന്ന് കുറച്ച് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് പല പല രൂപങ്ങളായി തോന്നാം. എന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഒന്നുകൂടി പറഞ്ഞേ. ഋ. എങ്ങനെയാണ് ഋ എന്ന് എഴുതുന്നത്? ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, പിന്നെ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം എന്നൊക്കെ തോന്നും. എന്നാൽ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഒരു സർക്കിള് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ എഴുതി ഇങ്ങനെയാണ് ഋ കംപ്ലീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് വന്ന് അവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് ഋ എന്ന് എഴുതുന്നത്. അപ്പൊ നമ്മള് ഹെഡ്ഫോണിനെ ഓർക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹെഡ് പീസ് വരച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ലാസ്റ്റ് അടുത്തതിലേക്ക് പോവുക. ഓക്കെ, നിങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചോ? നമുക്ക് 2 പ്രാവശ്യം കൂടി എഴുതി നോക്കാം. ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് നല്ല വൃത്തിയായി ഋ. എന്താണ് വായിക്കുക? ഋ. ഇനി എല്ലാവരും ആ പേപ്പറിൽ നിന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കിയേ. ലെഫ്റ്റില് ഒരു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വന്നു, ഇവിടേക്ക് പോയി, അടുത്തത് ഋ. ഇങ്ങനെയാണ് ഋ എന്ന് എഴുതുന്നത്. അപ്പൊ എവിടെയൊക്കെ ഏതൊക്കെ വാക്കുകളിൽ ഋ കണ്ടു കഴിഞ്ഞാലും ഇനി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഋ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. നമ്മൾ നോർമൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഋ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ വളരെ കുറവാണ്. എന്നാലും ഋഷി, സന്യാസിക്കൊക്കെ ഋഷി എന്ന് പറയും. അപ്പൊ ഋഷി. ഈ ചിഹ്നം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈ പഠിച്ചപ്പോൾ മനസ്സിലാക്കി ഇത് ഈയുടെ ചിഹ്നമാണ്. പിന്നെ ഈ ചിഹ്നം എന്താ വായിക്കുക? ഋഷി. അടുത്തത് ഋതു. ഋതു. നമ്മൾ സീസൺ എന്നൊക്കെ പറയില്ലേ? വിന്റർ സീസൺ, മൺസൂൺ സീസൺ. അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഋതു. ഈ ചിഹ്നം ഏത് ചിഹ്നമായിരുന്നു? തൊട്ടു മുമ്പിലത്തെ വീഡിയോയിൽ പഠിച്ചു. ഊടെ ചിഹ്നമാണ്. ഊന്റെ ചിഹ്നം. അപ്പൊ ചിഹ്നമുള്ളപ്പോ നമ്മൾ എപ്പോഴും കൂടെ തന്നെ വായിക്കണം. അപ്പൊ ഋതു. ഈ വാക്കുകള് ഓരോന്നായി തരട്ടെ, വായിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചേ. ആദ്യം ഋഷി. ഏതാണ് ഈ വാക്ക്? ഋഷി. അടുത്ത വാക്ക് ഋതു. ഋതു. ഇനി മറ്റുള്ള അക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഋനും അതിന്റെ ഒരു ചിഹ്നമുണ്ട്. ഏതൊരു അക്ഷരം എഴുതിയതിനു ശേഷവും ഈ ഒരു ചിഹ്നം ഇതിട്ട് കഴിഞ്ഞാൽ അതിന് ഋ ആയി മാറും. എങ്ങനെയാണ് ഇത് എഴുതുക? മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഋന്റെ ചിഹ്നം. ഊട ചിഹ്നവും ഇതായിട്ടും കുറച്ച് സിമിലാരിറ്റി തോന്നാം. പക്ഷെ ഊട ചിഹ്നം സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിനാണെങ്കിൽ ഒരു ചെറിയ വളവുണ്ട്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഋയുടെ ചിഹ്നം. എങ്ങനെയാണ്? ഒരു വളഞ്ഞു വന്നിട്ട് ഇങ്ങനെയാണ്. ഇതാണ് ഋ. ആദ്യത്തെ ഈ ഒരു ചെറി പോലത്തെ ഉള്ള ചിഹ്നം എന്താണ്? അത് ഊടെ ചിഹ്നമാണ്. അത് ഉപയോഗിച്ച് കുറച്ച് വാക്കുകൾ നോക്കാം. സി, ഫസ്റ്റ് വൺ. കായുടെ കൂടെ ആ ഒരു ചിഹ്നം വിട്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാ വായിക്കുക? ക ഋ എന്നാണോ? അല്ല, അത് അക്ഷരത്തിന്റെ കൂടെ തന്നെ വായിക്കണം. കായുടെ കൂടെ ഋയുടെ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അത് കൃ എന്നായി മാറും. എങ്ങനെയാണ്? കൃ.
ഈ വാക്കാണ് കൃപ. അടുത്തത് മാടെ കൂടെ ആ ഒരു ചിഹ്നം ഇട്ടു. ഇപ്പൊ എന്താ വായിക്ക? മാ ആണോ? നോ. എന്താണ്? മൃ. കായുടെ കൂടെ ഇട്ടപ്പോ കൃ. മായുടെ കൂടെ ഇട്ടപ്പോ മൃ. മൃഗം. അഗെയിൻ കായുടെ കൂടെ വന്നപ്പോ കൃ. ഈ വാക്കാണ് കൃത്യം. ഇനി വാ. വായുടെ കൂടെ വന്നാലോ? വൃ. വൃ. വൃക്ഷം. അഗെയിൻ വായുടെ കൂടെ വന്നിരിക്കുകയാണ് വൃത്തി. ഇനി ഗ. ഗായുടെ കൂടെ വന്ന എന്ത് വായിക്കും? ഗർ എന്ന് പറയരുത്. ഗൃ. ഗൃ. ഗൃഹം. ഓക്കെ. അപ്പോ കൃപ, മൃഗം, കൃത്യം, വൃക്ഷം, വൃത്തി, ഗൃഹം. ഇപ്പൊ നമ്മള് ഋ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച, ആദ്യം മുതൽ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെ ഒന്ന് റിവൈസ് ചെയ്താലോ? എപ്പോഴും നമ്മൾ കൂടെ കൂടെ റിവൈസ് ചെയ്താൽ മാത്രമേ ഇതില് എക്സ്പേർട്ടായി മാറുകയുള്ളൂ. ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ. ആദ്യത്തെ അക്ഷരം നിങ്ങൾ ഉറക്കെ പറഞ്ഞേ, എന്താണിത്? ആ. ഇതോ? ആ. ഇത് ഈ. ഇതോ? ഈ. ഇത് ഊ. ഇത് ഊ. ഇപ്പൊ പഠിച്ചത് ഋ. ഏതൊക്കെയാണ്? അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ. ഈ വീഡിയോയില് ഋ എന്ന അക്ഷരവും അതിന്റെ ചിഹ്നവും എല്ലാവരും പഠിച്ചു അല്ലെ? എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.